ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലം 6ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ മധ്യഭാഗത്തുള്ള 8ാം അധ്യായം 31 മുതൽ 38 വരെ 9ാം അധ്യായം 1 വരെയുമുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം റോമാക്കാർക്ക് എഴുതിയ സുവിശേഷമാണ്. റോമൻ ജനതയ്ക്ക് അവരുടെ പ്രത്യേകത എപ്പോഴും ഹ്രസ്വമായും ലളിതമായും വേഗതയിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. മർക്കോസിന്റെ സുവിശേഷം ഇതുപോലെ തന്നെയാണ്. പെട്ടെന്ന് രംഗങ്ങൾ മാറി വരുന്ന ഒരു നാടകം പോലെ വിവരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈശോയെ പരിചയപ്പെടുത്തുകയാണ്. ഈശോ ആരാണ്, ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ, അവിടുത്തെ വലിയ ശക്തി ഒക്കെ വിളംബരം ചെയ്യുന്ന ഓരോരോ സീനുകളിലൂടെ രോഗശാന്തിയും ഭൂതോച്ചാടനവും, അതുപോലെ തന്നെ അന്ധനെ സുഖപ്പെടുത്തുന്നു, ബധിരന് കേൾവി നൽകുന്നു. ഏറ്റവും ഒടുവിലായിട്ട് താൻ ആരാണ് എന്ന് തൻ്റെ ശിഷ്യപ്രമുഖനെ കൊണ്ട് ഏറ്റു പറയിക്കുകയാണ്. നീ ജീവിക്കുന്ന മിശിഹായാണ്. ഇത്രയും കർത്താവ് ആരാണ് എന്ന് വ്യക്തമാക്കുന്ന ആ വചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് തുടർന്ന് വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയാണ്. ടേണിംഗ് പോയിന്റ് ഈ 8ാം അധ്യായത്തിന് നടുഭാഗത്ത്. നമുക്കറിയാം, നോമ്പ് കാലത്തിൻ്റെ മധ്യത്തിൽ പാതി നോമ്പിൽ ഒരു സ്ലീവ ദേവാലയത്തിൽ ഉയർത്തുന്ന പതിവ് പൗരസ്ത്യ സഭകൾക്കുണ്ട്. ഇതുപോലെ ഈ സുവിശേഷത്തിൻ്റെ മധ്യത്തിൽ വിജയശ്രീലാളിതനായ സംഭവ പരമ്പരകൾ കൊണ്ട് വ്യക്തിത്വം മെഴുകേറി വരുന്ന ആ ഈശോയുടെ സുവിശേഷത്തിൻ്റെ വിവരണത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ലീവ ഒരു കുരിശ് ഉയർന്നു വരികയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് 9ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 17ാം അധ്യായത്തിൽ, അതുപോലെ തന്നെ മർക്കോസ് സുവിശേഷം 8ാം അധ്യായത്തിലും, യോഹന്നാന്റെ സുവിശേഷത്തിൽ 12ാം അധ്യായം 32ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഞാൻ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈ ഒരു സ്ലീവ, ഒരു കുരിശ് അവിടെ നാട്ടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കുരിശിനെ കുറിച്ചുള്ള പ്രഭാഷണം? എന്തിനു വേണ്ടിയാണ്? അത് ഈശോയെക്കുറിച്ച് തന്നെ ഉള്ള ഒരു അറിവ് നൽകുകയാണ്. ഒരു ക്രിസ്തീയ വിജ്ഞാനീയപരമാണ്. അതോടൊപ്പം തന്നെ ശിഷ്യത്വം എന്താണെന്ന് കൂടെ വ്യക്തമാക്കുകയാണ്. ആ കുരിശിന്റെ തണലിലാണ് ശിഷ്യത്വം എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. അങ്ങനെ കർത്താവ് തന്റെ ജീവിത ലക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നുണ്ട്, ലോകത്തിൽ എല്ലാവരും ജനിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി ലോകത്തിലേക്ക് ജീവിക്കുവാൻ ജനിക്കുന്നു. പക്ഷെ ഈശോ മിശിഹ ലോകത്തിലേക്ക് വന്നത് തന്നെ തന്നെ ബലിയായി സമർപ്പിക്കുവാൻ വേണ്ടി, മരിക്കാനായാണ് അവൻ ജനിച്ചത്. ജയിക്കാനായി ജനിച്ചവെന്ന് പറയുന്നതിന് പകരം മരിക്കാനായി ജനിച്ചവനാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് 20-28 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി തന്നെ തന്നെ ബലിയായി സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഈശോ മിശിഹായുടെ വ്യക്തിത്വം, ഈശോ ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ് വാസ്തവത്തിൽ ഈ സുവിശേഷത്തിൽ ചെയ്യുന്നത്. ഈ കുരിശിനെ കുറിച്ചുള്ള, പീഡാനുഭവത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിവരണം, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ അവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഈശോയുടെ ആ ലക്ഷ്യം എന്താണ്? ഈശോയുടെ സുവിശേഷത്തിന്റെ ലക്ഷ്യം, ഈശോയുടെ ലക്ഷ്യം വ്യക്തമാക്കുകയാണ്. തിരസ്കരണം ഉണ്ടാകും, വധിക്കപ്പെടും, എന്നാൽ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ പെസഹ രഹസ്യങ്ങളാണ്. ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള അവിടുത്തെ ആ പെസഹ കടന്നുപോകലിന്റെ രഹസ്യം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. സുവിശേഷത്തിന്റെ കാതൽ തന്നെ അതാണ്. അങ്ങനെ അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. 32ാം വാക്യത്തിൽ 8:32 ഫരീസിയ എന്നുള്ള വാക്കാണ്. ഫരീസിയ എന്ന് പറഞ്ഞാൽ ഭയമില്ലാതെ, ഒരു ഒളിച്ചുമല്ലാത്ത രീതിയിൽ നേരെ പറയുന്നു, ആത്മധൈര്യത്തോടു കൂടി പറയുന്നില്ല. ഫരീസിയ എന്ന് പറയുന്നു, മുഖത്തിലൂടെ പറയുന്നു പറയാൻ സാധിക്കും, ആത്മധൈര്യത്തോടെ പറയുന്നു. അങ്ങനെ തുറന്നു പറയുകയാണ്. അങ്ങനെ തുറന്ന് കർത്താവ് തൻ്റെ ജീവിത ബലി കുറിച്ചുള്ള സൂചന നൽകുമ്പോൾ ശിമയോൻ കേഫ അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. തൊട്ടു മുമ്പ് ഈശോയെ പ്രശംസിച്ച, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞ ആ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയാൻ ചെയ്യുകയാണ്. അപ്പോഴാണ്
പത്രോസിനെ അങ്ങനെ നോക്കിയപ്പോൾ ഈശോ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഈശോയെ പിശാച് പരീക്ഷിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സമയം കേപ്പായെ, നീ ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗ്ഗസ്ഥനായ പിതാവാണ്, യോഹന്നാന്റെ പുത്രനായ ശിമോനെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെ നേരെ സാത്താനെ എന്ന് വിളിക്കുന്നത് അത് വലിയൊരു പ്രഖ്യാപനമാണ്. അതായത് ഒരേ സമയം ശിഷ്യനായിരിക്കുക, അതോടൊപ്പം തന്നെ സാത്താനായിരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ സാത്താനികമായ ചിന്തകൾ, സേറ്റനിക് വേഴ്സസ് സാത്താനികമായ വാക്കുകൾ നിന്നിൽ നിന്ന് വരരുത്. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. പച്ച മനുഷ്യന്റെ വിചാരങ്ങളോടുകൂടിയാണ് ഈ പത്രോസ് നിൽക്കുന്നത്. എന്താണ് മിശിഹ എന്ന് പറഞ്ഞാൽ? ആരാണ് മിശിഹ എന്ന് പറഞ്ഞാൽ? ഒരു പൊളിറ്റിക്കൽ സേവിയർ, രാഷ്ട്രീയപരമായ രീതിയിൽ യഹൂദന്മാർക്ക് മോചനം നൽകുന്ന, ആ ദാവീദിനെ പോലെ സോളമനെ പോലെയുള്ള ഒരു രാജാവ്, റോമൻ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രക്ഷകൻ, അങ്ങനെയുള്ള ഒരു മത രാഷ്ട്രം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. ആ രാജ്യത്തിൽ തങ്ങൾക്ക് വലിയ സ്ഥാനം ലഭിക്കും, അങ്ങനെയുള്ള മാനുഷികമായ കണക്കൂട്ടലാണ്. അതുകൊണ്ടാണ് നീ ക്രിസ്തുവാണ്, നീ മിശിഹായാണ് എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ നീ ഇതേക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറയുമ്പോൾ ഈശോ തുടർന്ന് 30-ാം വാക്യത്തിലാണ് ഈ സംഭവം. 31-ാം വാക്യത്തിൽ പറയുന്നത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കും. ഇപ്പം മിശിഹ എന്ന വാക്കല്ല ഉപയോഗിക്കുക, മിശിഹ സഹിക്കുന്നതല്ല, മനുഷ്യപുത്രൻ എന്നുള്ള ആ സംജ്ഞ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ രക്ഷകനാണ് എന്നുള്ള ദാനിയേൽ പ്രവാചകന്റെ 7-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു പ്രയോഗമാണ്. ഈശോ സ്വയം വിശേഷിപ്പിക്കുന്നത് മിശിഹ എന്നല്ല, മറ്റേ മനുഷ്യപുത്രൻ എന്നാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന യഥാർത്ഥ മനുഷ്യപുത്രൻ, ദൈവപുത്രനായ മനുഷ്യപുത്രൻ, അല്ലെങ്കിൽ മനുഷ്യപുത്രനായ ദൈവപുത്രൻ, അത് കർത്താവ് വ്യക്തമാക്കുകയാണ്. എന്നിട്ട് നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അപ്പം മാനുഷികമായ ചിന്തയിൽ നിന്നും ദൈവീകമായ ചിന്തയിലേക്ക് വരണം. അപ്പം ഈശോ ആരാണെന്ന് അറിയണം, തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയുള്ളവരാണെന്ന് കർത്താവ് വ്യക്തമാക്കുകയോടെ ചെയ്യുകയാണ്. അപ്പം ഈശോയെക്കുറിച്ചുള്ള സിദ്ധാന്തം, ക്രിസ്തുവിജ്ഞാനിയും, അതോടൊപ്പം തന്നെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ആ ഡോക്ട്രിൻ, ശിഷ്യത്വത്തിൻ്റെ തത്വം, ആ വിജ്ഞാനം കൂടെ പകർന്നു നൽകുകയാണ്. എന്നിട്ട് നീ എൻ്റെ മുമ്പിൽ നിന്ന് പോവുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയെ മുന്നിൽ നിന്ന് നയിക്കാനുള്ളവനല്ല ശിഷ്യൻ. ശിഷ്യത്വം എന്ന് പറയുന്നത് പിന്നിലൂടെ പോവുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചുകൊണ്ട് തോന്നുന്ന വഴിയെ പോവുക, തോന്നുന്ന വഴിയെ തൻ്റെ സമൂഹത്തെ നയിക്കുക, തൻ്റെ നേതാവിനെയും കൂടെ നയിക്കുക, അങ്ങനെ പോകുന്ന വഴിയെ അടിക്കുക, അങ്ങനെ അച്ചടക്കരഹിതമായ ഒരു സമൂഹമല്ല ഈശോ വിഭാവനം ചെയ്യുന്നത്. മറിച്ച് മാനുഷികമായ ചിന്തകൾ മാറ്റിവെച്ച് ദൈവീക ചിന്തകളുള്ളവരായി മാറണം. തുടർന്ന് ഈശോ തൻ്റെ ശിഷ്യത്വം, തന്നെ അനുഗമിക്കുന്നവരെന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ശിഷ്യത്വം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമതായി അവൻ തന്നെ പരിത്യജിക്കണം. ശിഷ്യത്വം എന്ന് പറയുന്നത് എല്ലാം നേടുന്നതല്ല. ഈശോയുടെ ശിഷ്യനായി തീരുക, ഒരു മിലിറ്ററി സർവീസിൽ പ്രവേശിക്കുന്നവൻ ത്യാഗനിർഭരമായ ട്രെയിനിങ്, അഭ്യാസം ആ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. നല്ല ഒരു വിദ്യാർത്ഥി കടന്നു പോകണം. ഇതുപോലെയുള്ള ഒരു അധ്യയനം, ഒരു പരിശീലനം, അതാണ് തന്നെ പരിത്യജിക്കുക. തൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ, അതാണ് ഒന്നാമതാണ് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്ന ഈ പരിത്യാഗമാണ്. 2, തൻ്റെ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിമരം എടുക്കുക എന്നാണ്. കുരിശ് എന്ന് പറയുന്നത് അത്ര ഭീതിതമായ ഒരു യാഥാർത്ഥ്യമാണ്. കുരിശിൽ തൂക്കി മരിക്കപ്പെട്ടവൻ ചതിക്കപ്പെട്ടവനാകുന്നു. റോമൻ സാമ്രാജ്യത്തിലെ വലിയൊരു ശിക്ഷയാണ്. അങ്ങനെ കുരിശിൽ തൂക്കി അവിടെ കിടക്കും ശരീരം. അത് മറ്റുള്ളവർക്ക്, നിയമലംഘകർക്കൊരു പാഠമായിട്ടാണ്. അങ്ങനെ അതിഭീകരമായൊരു മരണമാണ് കുരിശിൽ കിടന്നുള്ള മരണം. അത് ആരും ആഗ്രഹിക്കുന്നില്ല. റോമൻ പൗരന്മാർക്ക് അത് നൽകിയിരുന്നുമില്ല. അങ്ങനെ കുരിശുമെടുത്ത് എന്ന് പറഞ്ഞാൽ ഈ കുരിശ് തറയ്ക്കപ്പെടാൻ പോകുന്നയാളെ കുറുകെയുള്ള കുരിശിൻ്റെ ആ കഷണം ചുമലിലെടുത്ത് പോവുകയാണ്. അപ്പോൾ ഈശോ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ കുരിശെടുക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ കുരിശെടുത്തു, ലോകത്തിൻ്റെ പാപങ്ങളുടെ ഭാരമെടുത്തു. ഇതുപോലെ
നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, സഹനങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ കുരിശുകളാണ്. പക്ഷെ ആ കുരിശുകൾ സന്തോഷപൂർവ്വം എടുക്കണം. ആ ഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, വെല്ലുവിളികൾ, സഹനങ്ങൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവൻ സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കുരിശില്ലാതെ കിരീടമില്ല. ദർ ഇസ് നോ ക്രൗൺ വിത്തൗട്ട് ക്രോസ്. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതായത് സമൃദ്ധി നൽകുന്ന ഒന്നാണ്. ഈശോയിൽ അനുഗമിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ പിന്നാലെ പോകുന്നവർക്ക് എല്ലാം ലഭിക്കും. അവർക്ക് ഭൗതിക നന്മകളെല്ലാം ലഭിക്കും. വാസ്തവത്തിൽ അതൊരു വെയിൽഡ് മെറ്റീരിയലിസമാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം മൂടുപടം ധരിച്ച ഭൗതികവാദമാണ്. കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ എല്ലാം ലഭിക്കും. എല്ലാ സുഖസമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും. അങ്ങനെ സമ്പൽ സമൃദ്ധിക്കും ആഡംബരത്തിനു വേണ്ടി കർത്താവിനെ ദ്രവീകരിക്കുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് ഈ പറയുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ, പ്രോസ്പെരിറ്റി പ്രീച്ചിങ്. കർത്താവ് അതല്ല പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ കുരിശെടുക്കുക, ജീവിതത്തിൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക, കർത്താവിൻ്റെ പിന്നാലെ പോവുക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നാലെ പോവുക. ഈശോ മുന്നിൽ പോവുക, നാം പിന്നാലെ പോവുക. അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്നവരായി തീരുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യത്വം നമ്മിൽ പൂവണിയുന്നത്. നാം ആരെയാണ് അനുഗമിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ചിന്താഗതികളെ, മാനുഷികമായ ചിന്താഗതികളെ, ലോകത്തിൻ്റെ പ്രവണതകളെ, അക്രമവും അനീതിയും സാൻമാർഗികതയും അതിൻ്റെ പിന്നാലെയാണോ നാം യാത്ര ചെയ്യുന്നത്? അതോ ഈശോയുടെ കാലടികളാണോ? ഒരു ശിഷ്യത്വം എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ, ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനായിട്ടുള്ളവരാണ്, അച്ചടക്കമുള്ളവരാണ് ശിഷ്യന്മാർ. തൽമീദ എന്നാണ് സുറിയാനിയിൽ. തൽമീദ, തലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അധ്യയനം ലഭിച്ചവർ എന്നാണ്, പരിശീലനം ലഭിച്ചവർ എന്നാണ് തൽമീദ. അങ്ങനെയുള്ള അവരാണ് ശിഷ്യന്മാർ. എന്നൊരു കർത്താവ് പറയുകയാണ്, സുവിശേഷത്തിന് വേണ്ടിയോ ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനതിനെ രക്ഷിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നൊരു വാക്യമാണ് ഇത്. ആരെങ്കിലും എനിക്ക് വേണ്ടി എന്ന് മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി കൂടിയോ. സുവിശേഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഈ സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമല്ല, മറിച്ച് സുവിശേഷം എന്ന് പറയുന്ന ഈ വലിയ യാഥാർത്ഥ്യമാണ്. ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അവിടുന്ന് വീണ്ടും വരും, ആ ഒരു ഈശോയിലുള്ള ആ വിശ്വാസം, ആ വിശ്വാസ സംഹിതയാണ് സുവിശേഷം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, കർത്താവ് ജീവിക്കുന്നു, ആ ജീവിക്കുന്ന സുവിശേഷം. അതിനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് നേടിയെടുക്കും. ഈ ലോകം മുഴുവൻ നേടിയാലും ഒരു പ്രസിദ്ധമായ ഒരു വാക്യമാണ് 36-ാം അധ്യായം 36. ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയ ഈ വാക്യമാണ്. ഇഗ്നേഷ്യസ് ലോയോള പറഞ്ഞ ഈ വാക്യമാണ്. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്ത് കൊടുക്കുവാൻ കഴിയും? അപ്പോൾ അവൻ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, സ്വന്തം ആത്മാക്കളെ രക്ഷിക്കുക മാത്രമല്ല എല്ലാ ആത്മാക്കൾക്കും സുവിശേഷത്തിൻ്റെ വെളിച്ചം കൊടുക്കും. അന്ധകാരത്തെ കഴിയുന്ന ആളുകൾ നിരീശ്വരത്വത്തിൽ, നിർമ്മതത്തിൽ, തെറ്റായ മതചിന്തകളിൽ, അക്രമങ്ങളിലും അതുപോലെ തന്നെയുള്ള ആസക്തികളിലും ഒഴുകി ജീവിക്കുന്നതിന് മതപരമായ പരിവേഷം നൽകുന്ന പൊളിറ്റിക്കൽ മെസ്യാനിസം, മതരാഷ്ട്രവാദങ്ങൾ, അതിൽ നിന്നെല്ലാം മാറി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരണം എന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടിയുള്ള ത്യാഗം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാപം നിറഞ്ഞതും അവിശ്വസവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നതിനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് വരുമ്പോൾ ലജ്ജിക്കും. അപ്പോൾ ഈ കർത്താവ് മുമ്പ് പറഞ്ഞത് പൂർത്തിയാക്കുകയാണ്. അവൻ വീണ്ടും വരും. പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, വീണ്ടും അവൻ വരും. അത് പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരുടെ കൂടിയാണ്. അപ്പോൾ ഈശോയുടെ ആ ജീവിക്കുന്നവനായ ഈശോയുടെ ആ വരവിനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ പീഡാനുഭവ പ്രവചനം വെറും പീഡാനുഭവ പ്രവചനം മാത്രമായിട്ടാണ് പത്രോസ് മനസ്സിലാക്കുകയും കർത്താവിനെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കർത്താവിൻ്റെ ഒരു യുഗാന്ത്യോന്മുഖ പ്രവചനം തന്നെയായിരുന്നു. അതായത് വീണ്ടും വരുന്നവനായ കർത്താവ് ഈ മരണത്തെയും പാപത്തെയും എല്ലാം തോൽപ്പിച്ച് വിജയശ്രാളിനായി വീണ്ടും വന്ന് അങ്ങനെ വിജയിച്ച കർത്താവിനോട് ചേർന്ന് വിജയിച്ച ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ആ ഒരു സന്ദേശം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ കർത്താവിനെ മാറ്റി നിർത്തി
ഇങ്ങനെ പറഞ്ഞ് ആ പത്രോസ് യഥാർത്ഥ ശിഷ്യനായി മാറി. ഇന്നത്തെ പത്രോസിന്റെ ലേഖനം അതാണ്. 1 പത്രോസ് 4:12-19. നിങ്ങൾ പീഡകളിൽ ഈശോയുടെ പീഡകളിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. അപ്പം ആദ്യമേ ക്രൈസ്തവർക്ക് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ മുഴുവനും പീഡാനുഭവ കാലഘട്ടമായിരുന്നല്ലോ. മതമർദ്ദനമായിരുന്നു. ആ കാലഘട്ടങ്ങളെല്ലാം അവർ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുമ്പോഴുള്ള ഒരു ആനന്ദം, സുവിശേഷത്തിന് വേണ്ടി സഹിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒരു ആനന്ദമാണ്. സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് ഒരു ലാഭമാണ് എന്ന് ക്രൈസ്തവർ വിശ്വസിച്ചിരുന്നു. ഇപ്പോഴും അതാണ് ക്രിസ്തീയ വേദാന്തം, ക്രിസ്തീയ തത്വശാസ്ത്രം. അതാണ് അത് ത്യാഗത്തിലൂടെ ഉണ്ടാകുന്ന ത്യാഗം എന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്നൊക്കെ വള്ളത്തോൾ പാടിയല്ലോ മഹാത്മാഗാന്ധിയെക്കുറിച്ച്. എൻ്റെ ഗുരുദാസൻ എന്ന് പറഞ്ഞ കവിതയിൽ ഇതുപോലെ ത്യാഗനിർഭരമായ ജീവിതം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 2 പത്രോസ് 4:14, ഈശോയുടെ നാമത്തിൽ നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈശോയുടെ നാമത്തിൽ ഉള്ള നിന്ദനങ്ങൾ ഏൽക്കുമ്പോൾ അത് നിന്ദനമല്ല, അത് അംഗീകാരമായിട്ട് സ്വീകരിക്കാൻ കഴിയും. എന്നിട്ട് പറയുന്നുണ്ട് 15-ാം വാക്യത്തെ കുറച്ച് വ്യക്തമായിട്ട്, നിങ്ങൾ മോഷ്ടാവോ ദുഷ്കർമ്മിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്, മറിച്ച് ക്രിസ്ത്യാനി എന്ന നിലയിൽ പീഡ സഹിക്കുക. പലപ്പോഴും നമുക്കുണ്ടാകുന്ന പീഡകൾ നാം തന്നെ വരുത്തി വെക്കുന്ന, നമ്മൾ തന്നെ ചിന്തയില്ലാതെ എടുത്തിയാട്ടങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകളുടെ തെറ്റായ ഉപയോഗം കൊണ്ട്, നമ്മുടെ തന്നെ പ്രവർത്തികൾ തെറ്റാകുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നന്മ ചെയ്ത് അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹം പറയുന്നു. നീതിമാന്മാർ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ ദുഷ്ടന്മാരുടെ കാര്യം, പാപികളുടെ കാര്യം എന്താണ്? പക്ഷെ അതിനകത്ത് കീ നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, 19-ാം വാക്യം, ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിൽ തങ്ങളുടെ ആത്മാക്കളെ ഫലമേൽപ്പിക്കട്ടെ. ദൈവഹിതമനുസരിച്ച് സഹിക്കുക, അങ്ങനെയുള്ള ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണം, അതാണ് ശിഷ്യത്വം. അതിൻ്റെ ചില മുൻ സൂചനകളാണ് ഇന്നത്തെ 2ാമത്തെ വായനയിൽ മക്കബായരുടെ പുസ്തകത്തിൽ ഏലിയാസർ എന്ന് പറയുന്ന ആ നീതിമാനായ കുലീനനായ വയോധികനായ മനുഷ്യൻ്റെ രക്തസാക്ഷിത്വം. അദ്ദേഹത്തോട് പരിണിമാംസം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നിഷിദ്ധമായ യഹൂദർക്ക് നിഷിദ്ധമായ ആ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല, എന്ത് ലഭിച്ചാലും. അതുകൊണ്ട് എൻ്റെ പൗരുഷം ആ പൗരുഷത്തിൽ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കും. ജീവിച്ചാലും മരിച്ചാലും സർവശക്തനായ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിന് വേണ്ടി സ്വമനസാലെ ശ്രേഷ്ഠതയോടെ ഇങ്ങനെയുള്ള ഒരു മരണം വരിച്ചാൽ പോലും അത് മഹത്തായ യുവത്വത്തിനൊക്കെ മഹത്തായ മാതൃകയാണ്. 30-ാം വാക്യത്തിൽ പറയുന്നു 2 മർക്കോബയ 6:30, കർത്താവിനോടുള്ള ഭക്തിയിൽ ഞാൻ ഇത് സഹിക്കുമ്പോൾ എൻ്റെ ആത്മാവ് സന്തോഷിക്കും. അപ്പം ആദിമ ക്രൈസ്തവരുടെയും വികാരങ്ങൾ ഇതായിരുന്നു. ഈശോയോടുള്ള ഭക്തിയിൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ സഹിക്കുക. മാത്രമല്ല അത് വലിയൊരു മാതൃകയാണ്. 31-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ മരണത്താൽ യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവനും ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവുമാണ് അദ്ദേഹം നൽകി ഈ എലയാസർ മക്കബായരുടെ പുസ്തകത്തിൽ. അപ്പം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അത് തിന്മയുടെ ശക്തികൾ നമ്മൾ ആവശ്യപ്പെടുന്ന വഴിക്ക് പോകുന്നതിനെ പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന ദൈവികമായ സമാധാനവും ശാന്തിയും അതേക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. 1-ാമത്തെ വായനയിലേക്ക് കടക്കുമ്പോൾ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 10 വരെ 40 സംവത്സരങ്ങളിലൂടെ ദൈവം നിങ്ങളെ വഴി നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ്. ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ എളിമപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നിങ്ങൾ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ 40 വത്സരം നൽകിയത്. അവിടെ നിങ്ങളെ നയിച്ച വഴി നിങ്ങൾ ഓർക്കണം. നിങ്ങൾ 4-ാം വാക്യത്തിൽ പറയുന്ന 3-ാം വാക്യത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ആണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയണമായിരുന്നു. അതറിയാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ 40 സംവത്സരം കൊണ്ട് ഇവരെ പരിഭാഗപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക, ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ 40 വർഷവും നിങ്ങളുടെ വസ്ത്രങ്ങൾ കീറുകയോ കാലുകൾ നീരി വെക്കുകയോ ചെയ്തില്ല. കാരണം ദൈവം നിങ്ങളെ വഴി നടത്തുകയായിരുന്നു. പക്ഷെ കഷ്ടപ്പാടിൻ്റെ പാതയിലൂടെയാണ്. ദൈവത്തിന് വേണ്ടി ഒറ്റ വാക്കിൽ അവരെ മരുഭൂമിയിൽ നിന്നും കാനാൻ ദേശത്തേക്ക് എത്തിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ എത്തിക്കൊണ്ട് കാര്യമില്ല. അവർ അധ്വാനിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന് ആ ഒരു തീർത്ഥാടനം നടത്തി അവിടെ എത്തുമ്പോഴാണ് ആ വിശുദ്ധ യാത്ര, കാനാൻ ദേശത്തേക്കുള്ള യാത്ര ഫലമണിയുകയുള്ളൂ. കഷ്ടപ്പാടിലൂടെ, ദുരിതങ്ങളിലൂടെ,
ദൈവം അവരെ അഭ്യസിപ്പിക്കുകയായിരുന്നു. ദൈവമായ കർത്താവിൻ്റെ മാർഗ്ഗത്തിൽ ചരിച്ചും അവനെ ഭയപ്പെട്ടും കൽപ്പനകൾ പാലിച്ചും നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഗോതമ്പും ബാർലിയും മുന്തിരിയും ഒക്കെയുള്ള 8-ാം നിയമാവർത്തനം 8-9 മുന്തിരിയും ഒലിവും തേനും ഒക്കെയുള്ള സ്ഥലത്ത് നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷിക്കും. 10-ാം വാക്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. അതെന്താണ്? നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം. അതാണ് യൂക്രിസ്റ്റിക് പ്രയർ. സ്തുതിഗീതങ്ങൾ, സ്തുതി പ്രാർത്ഥനകൾ. അപ്പമെടുത്ത് ആ അപ്പം നൽകിയ ദൈവത്തെ സ്തുതിക്കുക, ദേശം നൽകിയ ദൈവത്തെ സ്തുതിക്കുക. അതിൽ നിന്നാണ് കുർബാനയിലെ യൂക്രിസ്റ്റിക് പ്രയറൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ കുർബാനയുടെ അനാഫറയിലുള്ള സ്തുതിപ്പുകൾ. സൃഷ്ടാവിന് സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, രക്ഷിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു, അപ്പം നൽകിയ സ്ഥലം നൽകിയതിനെ ഓർത്ത്, ദേശം നൽകിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ആ സ്തുതിപ്പുകളാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലമായി ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ അപ്പം, ഈ കാനാൻ ദേശം, ഈ സമൃദ്ധി. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുവിൻ. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായി നിങ്ങൾ സ്വയം സമർപ്പിക്കുവിൻ. അതുകൊണ്ട് പറയുമ്പോൾ ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ തിരുവചനങ്ങളെല്ലാം ഈ നോമ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ കുരിശ് ഉയർത്തി കർത്താവിൻ്റെ സഹനങ്ങളെ, പീഡാസഹനങ്ങളെയും മരണത്തെയും കർത്താവ് ഉയർത്തി കാണിക്കുകയാണ്. ശിഷ്യത്വം ഇതിലുപോലെയുള്ള ഒരു വഴിയിലൂടെ കുരിശിൻ്റെ പിന്നാലെ നടക്കുന്ന, ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പിന്നാലെ നടക്കുന്ന, സത്യത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു ജീവിതമാണ്. ആ ശിഷ്യത്വത്തിലൂടെയാണ് യഥാർത്ഥ ആനന്ദം, സുവിശേഷം. അതാണ് യഥാർത്ഥ സുവിശേഷം. അങ്ങനെയുള്ള ഒരു ശിഷ്യത്വം, അത് ത്യാഗപൂർവമായൊരു ശിഷ്യത്വം, സന്തോഷഭരിതമായൊരു ശിഷ്യത്വം, അത് നേടിയെടുക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയല്ലെങ്കിലോ ഈ പാപം നിറഞ്ഞ അവിശ്വസ്തമായ തലമുറ, തിന്മ നിറഞ്ഞൊരു ലോകത്തിൽ നാമും ദൈവസന്നിധിയിൽ ലജ്ജിക്കേണ്ടി വരും. അങ്ങനെ ലജ്ജിക്കാൻ ഇടയാകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ വലിയ സന്ദേശം, കുരിശിൻ്റെ ദ ഗോസ്പൽ ഓഫ് ദി ക്രോസ്, കുരിശിൻ്റെ സുവിശേഷം ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഒരു സുവിശേഷം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നാം തന്നെ ഉണ്ടാക്കുന്നതാവാം, നമുക്ക് വന്നു ഭവിക്കുന്നവയാവാം. ആ സഹനങ്ങളെല്ലാം തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ, ഈശോയുടെ പിന്നാലെ ആ കുരിശുമായി നീങ്ങുമ്പോൾ കർത്താവിൻ്റെ വഴിയൂടെ തന്നെ ആ കുരിശിനെ അതിജീവിച്ചുകൊണ്ട് കുരിശിനപ്പുറം ഉള്ള ഒരു ജീവിതത്തിലേക്ക്, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ, വീണ്ടും വരുന്നവരെ സ്വീകരിക്കുവാനുള്ള പ്രതീക്ഷ, അതാണ് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ എല്ലാം പരിപൂർത്തി. അതാണ് നമുക്ക് ഈ വചനങ്ങൾ സ്വീകരിച്ച് നമ്മെ തന്നെ ശിഷ്യത്വത്തിൽ ഉറപ്പിക്കുവാനുള്ള ത്യാഗം ഏറ്റെടുക്കാം. ആ ജീവിത കാനാൻ ദേശത്തെ, സ്വർഗീയ കാനാൻ ദേശത്തേക്കുള്ള ആ യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ കാലിൽ നീര് വെക്കാതെ, നമ്മുടെ വസ്ത്രങ്ങൾ അഴകാതെ കർത്താവിൻ്റെ സന്നിധിയിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം, ഈ ഞായറാഴ്ച ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.